ഹരേ കൃഷ്ണ. രണ്ടാമത്തെ അവതാരമായിട്ട് പറയുന്നത് വരാഹ അവതാരമാണ്. യജ്ഞമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഇതിൽ ഗർഭോദക സമുദ്രത്തിൽ താണുപോയിട്ടുള്ള ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് അവതാരം എടുത്തു എന്നാണ്. അത്ഭുതകരമായിട്ടുള്ള അനേകം പ്രവൃത്തികൾ അവിടുന്ന് ചെയ്യുന്നുണ്ട്. 50 കോടി യോജന ഉണ്ട്, ഭൂമിയുടെ വലിപ്പം അതാണ്. അതിനെ ഭഗവാൻ യാതൊരു പ്രയാസവുമില്ലാതെ മുസ്താങ്കുര അങ്കിത ഇവാധിക പീവരാത്മാ എന്ന് പറയുന്നുണ്ട്. നാരായണീയത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു പന്നി കാട്ടിൽ കൊമ്പ് കുത്തി കളിക്കുന്ന സമയത്ത് അതിൻ്റെ തേറ്റയിൽ ഒരു മുത്തങ്ങ പുല്ല് പറ്റിക്കഴിഞ്ഞാൽ അതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ അതിന് ഉയർത്തിക്കൊണ്ടുവരാൻ? അതിനത് കാര്യമാക്കണില്ല. അതേപോലെ ഒരു മതം ഇളകിയിട്ടുള്ള ആന ഒരു തടാകത്തിൽ ചെന്നിട്ട് കളിക്കുന്ന സമയത്ത് അതിൻ്റെ ആ കൊമ്പിൽ ഒരു താമരപ്പൂ പറ്റി പിടിച്ചു കഴിഞ്ഞാൽ അതിന് ഉയർത്താൻ വല്ല പ്രയാസമുണ്ടോ? ഭഗവാനെ സംബന്ധിച്ച് ഭൂമി വളരെയധികം എളുപ്പമാണ്. നിസ്സാരമായിട്ടുള്ള നിസ്സാരമായ ഭഗവാനെ സംബന്ധിച്ച് ഭൂമി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. ആ ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് അവതരിച്ചു എന്നുണ്ടെങ്കിലും ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള അവസ്ഥയ്ക്ക് യാതൊരു കുറവുമില്ല. ഭഗവാന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും യജ്ഞത്തിൻ്റെ വിവിധമായ ഭാഗങ്ങളായി മാറി എന്നിവിടെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ അവതാരമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. തൃതീയം ഋഷിസർഗം വൈ ദേവഋഷിത്വമുപേത്യ സാ തന്ത്രം സാത്വതമാചഷ്ടാം നൈഷ്കർമ്മ്യം കർമ്മണാം യഥാം. തൃതീയം ഋഷിസർഗം വൈ ദേവഋഷിത്വമുപേത്യ സാ തന്ത്രം സാത്വതമാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യഥാം. തൃതീയം ഋഷിസർഗം വൈ ദേവഋഷിത്വം ഉപേത്യ സഹ തന്ത്രം സാത്വതം ആചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ. മൂന്നാമത്തെ അവതാരമായിട്ടാണ് പറയുന്നത് ദേവർഷിയായിട്ടുള്ള നാരദ മഹർഷിയുടെ അവതാരം. അതും ഭഗവാന്റെ ശക്തിയാവേശം അവതാരമായിട്ടാണ് പറയുന്നത്. ഭക്തി ശക്തിയുടെ അവതാരമായിട്ടാണ് നാരദനെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഭൗതികമായിട്ടുള്ള ഈ ലോകത്തിൽ എങ്ങനെയാണ് കർമ്മ മാർഗത്തിൽ കൂടെ ഭഗവത് സേവകളിൽ കൂടെ ആത്മീയമായ മാർഗത്തിൽ ഉയരാൻ സാധിക്കുക എന്ന് നാരദ മഹർഷി പാഞ്ചരാത്ര വിധിയിലൂടെ ലോകത്തിനെ ഉത്ബോധിപ്പിച്ചു. നാരദ മഹർഷിയുടെ പ്രത്യേകത അതാണ്. പിന്നെ ശ്രീമദ് ഭാഗവതം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് നാരദ മഹർഷി. പ്രഥമ സ്കന്ധം മുതൽ 12 സ്കന്ധം വരെ ഓരോ സ്കന്ധങ്ങളിലും നാരദ മഹർഷിയെക്കുറിച്ചിട്ടുള്ള പ്രസ്താവന ഉണ്ട് എന്നാണ്. അപ്പോൾ നാരദ മഹർഷി വാസ്തവത്തിൽ എന്താ ചെയ്തത്? വിഡ്ഢികളായിട്ട് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ വെച്ച് കർമ്മമാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്ന ആളുകൾ വിഡ്ഢികളാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം ഈശ്വരപ്രാപ്തിയാണ്. അപ്പോൾ നാരദ മഹർഷി ആ ലോകത്തിന്, അതായത് ലക്ഷ്യം നഷ്ടപ്പെട്ട ലോകത്തിന് എങ്ങനെയാണ് ആത്മീയമായിട്ടുള്ള മാർഗത്തിലേക്ക് പോകേണ്ടത് എന്നതിനെക്കുറിച്ചിട്ട് ഉപദേശിക്കുന്ന ഗ്രന്ഥങ്ങൾ നിർമ്മിച്ചു നാരദ മഹർഷി. അത് ഗ്രന്ഥം നിർമ്മിക്കുക മാത്രമല്ല, ലോകത്തിന് മുഴുവൻ, ഭൂമിയിൽ മാത്രമല്ല, നാരദ മഹർഷിക്ക് എല്ലാ ലോകങ്ങളിലും ബ്രഹ്മാണ്ടങ്ങളിൽ എവിടെയും സഞ്ചരിക്കാൻ സാധിക്കും. അങ്ങനെ നാരദ മഹർഷി ആ ഭക്തി മാർഗത്തിന് ഉപദേശിച്ചുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി 9ാമത്തെ ശ്ലോകമാണ് അടുത്തത്. തുര്യേ ധർമ്മകലാസർഗേ നരനാരായണാവൃഷേ ഭൂത്വാത്മോപശമോപേതമകരോൽ ദുശ്ചരം തപാം. തുര്യേ ധർമ്മകലാസർഗേ നരനാരായണാവൃഷേ ഭൂത്വാത്മോപശമോപേതമകരോൽ ദുശ്ചരം തപാം. തുര്യേ ധർമ്മകലാസർഗേ, ധർമ്മകലാസർഗേ നരനാരായണൗ ഋഷി.
ഭൂത്വാ ആത്മ ഉപശമം ആത്മ ഉപശമം ഉപേതം അകരോത് ദുശ്ചരം തപഃ. നാലാമത്തെ അവതാരമായിട്ട് പറയുന്നത് നരനാരായണ അവതാരമാണ്. ധർമ്മദേവൻ്റെയും മൂർത്തിദേവിയുടെ ദക്ഷ പ്രജാപതിയുടെ പുത്രിയായിരിക്കുന്ന മൂർത്തിദേവിയുടെയും പുത്രനായിട്ട് അവതരിച്ച് അവിടുന്ന് അതിഭയങ്കരമായിട്ടുള്ള തീവ്രമായിട്ടുള്ള തപസ് ചെയ്തു. സഹസ്രകവചൻ എന്നുള്ള അസുരനെ നിഗ്രഹിക്കാനാണ് ഭഗവാൻ നരനാരായണ അവതാരം ചെയ്തത് എന്ന് സൂചിപ്പിക്കുന്നു. 1000 കവചങ്ങളുള്ള ഈ അസുരൻ അത് ലോകത്തിനൊരു ഭീഷണിയായിട്ട് മാറി എന്നാണ്. അപ്പോൾ ഭഗവാൻ നരനാരായണന്മാരായിട്ട് അവതരിച്ച് ഭഗവാൻ 1000 വർഷത്തെ തപസ് തപശക്തി ഉണ്ടെങ്കിൽ ഒരു കവചം നശിപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 1000 കവചങ്ങളും നശിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ അസുരന് നാശമുള്ളൂ എന്നാണ്. അപ്പോൾ നരൻ 1000 വർഷം തപസ് ചെയ്യും. അങ്ങനെ 1000 വർഷത്തെ തപശക്തി ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് നരൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് നാരായണൻ തപസ് ചെയ്യും. അങ്ങനെ 999 കവചങ്ങളും നരനാരായണന്മാർ മഹർഷിമാർ ഈ കവചങ്ങൾ മുഴുവൻ നശിപ്പിച്ചു. ബാക്കിയുള്ള ഒരു കവചമുണ്ട്. ആ കവചത്തോടു കൂടെ ഈ അസുരൻ സൂര്യനിലേക്ക് പോയി ലയിച്ചു എന്നാണ്. പിന്നീട് നരനാരായണന്മാരുടെ ആ അംശവും കൂടിയും ഉണ്ട്. ശ്രീകൃഷ്ണാവതാരത്തിൽ നരനാരായണന്മാരും കൂടിയും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നിട്ടുള്ള നരനാരായണ ഋഷിമാരുടെ ആ പ്രഭാവമാണ് അർജുനനും ഭഗവാനും ഒന്നിച്ചു ചേർന്നിട്ട് കർണനെ വധിക്കാൻ കാരണം. സഹസ്രകവചൻ്റെ അവസാനത്തെ ജന്മമാണ് ഈ കർണൻ്റെ, സൂര്യപുത്രനായിട്ടുള്ള കർണൻ്റെ അവതാരം ജന്മം എന്ന് സൂചിപ്പിക്കുന്നു. അപ്പം നരനാരായണന്മാർ ഒന്നിച്ചു ചേർന്നിട്ട് വേണം കർണനും ആ സഹസ്രകവചനും മോക്ഷം കൊടുക്കാൻ. നമ്മൾ പല അധർമ്മങ്ങളും മഹാഭാരതത്തിലുണ്ട് എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ അധർമ്മമല്ല അത്. ഭഗവാൻ എന്ത് പ്രവർത്തിച്ചോ അതെല്ലാം ധർമ്മമാണ്. ധർമ്മം സാക്ഷാൽ ഭഗവത് പരിണീതം. ഭഗവാന് ഒരിക്കലും അധർമ്മം ചെയ്യുക എന്നുള്ളതൊന്നുമില്ല. ഭഗവാൻ ചെയ്യുന്ന അമോഘലീല എന്നാണ് പറയുന്നത്. ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ധർമ്മം തന്നെയാണ്. ഭഗവാൻ ചെയ്യുന്നത് എന്തും ധർമ്മമാണ്. ഭഗവാന്റെ ആ ഒരു പ്രവൃത്തികളിൽ അതിനെ വിമർശിക്കാൻ നമ്മൾക്ക് അധികാരമില്ല എന്നാണ് പറയുന്നത്. ശ്രീരാമ അവതാരത്തിൽ സൂര്യപുത്രനെ രക്ഷിച്ചു. ദേവേന്ദ്രന് പുത്രനായിട്ടുള്ള ബാലിയെ വധിച്ചു. പിന്നെ ശ്രീകൃഷ്ണ അവതാരത്തിൽ സൂര്യപുത്രനായിട്ടുള്ള കർണനെ വധിച്ചു, അർജുനനെ രക്ഷിച്ചു. സർവതന്ത്ര സ്വതന്ത്രനായ ഭഗവാന് എന്തും പ്രവർത്തിക്കാനുള്ള അധികാരമുണ്ട്. നമ്മൾ വിമർശിക്കരുത് ഒരിക്കലും എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. ഇനി 10ാമത്തെ ശ്ലോകം. പഞ്ചമ കപിലോ നാമ സിദ്ധേശ കാലവിപ്ലുതം പ്രോവാച അസുരയെ സാഖ്യം തത്വഗ്രാമവിനിർണയം. പഞ്ചമ കപിലോ നാമ യജ്ഞേശ കാലവിപ്ലുതം പ്രോവാച അസുരയെ സാഖ്യം തത്വഗ്രാമവിനിർണയം. പഞ്ചമഃ കപിലഃ നാമ സിദ്ധേശഃ കാലവിപ്ലുതം. വേറെ പറയാണ്. പ്രോവാച ആസുരയെ സാഖ്യം തത്വഗ്രാമ വിനിർണയം. 5ാമത്തെ അവതാരമായി 22 അവതാരങ്ങളെ കുറിച്ചാണ് പറയണത് ഇവിടെ. 5ാമത്തെ അവതാരമായിട്ട് കപില വാസുദേവൻ്റെ അവതാരത്തിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ അത് സിദ്ധേശ
വളരെ സിദ്ധ അവതാരമായിട്ടാണ് കപിലവാസുദേവനെ പറയുന്നത്. ഭൗതികമായിട്ടുള്ള ഈ ലോകത്തിൽ ഈശ്വര ചൈതന്യം എന്ത് എന്ന് വേർതിരിച്ച് അതിനെ അനലൈസ് ചെയ്തിട്ട് അറിയുന്ന ശാസ്ത്രമാണ് സാഖ്യശാസ്ത്രം. ആ സാഖ്യശാസ്ത്രം അത് കാലഹരണപ്പെട്ടു പോയിരുന്നു. അതിനെ വീണ്ടും ഉദ്ധരിക്കാനായിട്ട്, എന്നിട്ടത് ദേവഹൂതി എന്നുള്ള തൻ്റെ അമ്മയ്ക്ക് ആസുരി മഹർഷിക്ക്, ഇതിൽ മെറ്റാഫിസിക്സ് എന്ന സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് ഉപദേശിക്കാനായിട്ട് ഭഗവാൻ കപില വാസുദേവനായിട്ട് അവതരിച്ചു. ആ കഥകളെല്ലാം നമ്മൾക്ക് വിസ്തരിച്ച് തൃതീയ സ്കന്ധത്തിൽ കപിലാവതാരം, കപിലോപദേശം കേൾക്കാനായിട്ട് സാധിക്കും. ഇതതിൻ്റെ ഒരു ചുരുക്കം എന്ന് മാത്രം ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് കപില വാസുദേവൻ യഥാർത്ഥത്തിലുള്ള ആ ഈശ്വര തത്വത്തിനെ വേർതിരിച്ച് അറിഞ്ഞ് എങ്ങനെ സേവിക്കണമെന്ന് ലോകത്തിനെ പഠിപ്പിക്കുകയുണ്ടായത്. പിന്നെ മറ്റൊരു കപിലനുണ്ട്. ഈ കപില വാസുദേവൻ ഭഗവാനും മറ്റൊരു കപില നിരീശ്വരവാദിയായിട്ടുള്ള യുക്തിവാദിയായിട്ടുള്ള കപിലൻ, രണ്ടും തമ്മിൽ അവരുടെ ആശയങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത 11ാമത്തെ ശ്ലോകം. ഷഷ്ഠമാത്രയരപത്യത്വം വൃതപ്രാപ്തോനസൂയയാ അന്വേക്ഷികൈമളർക്കായ പ്രഹ്ലാദാദിഭ്യോചിവാൻ. ഷഷ്ഠമത്രയരപത്യത്വം വൃതപ്രാപ്തോനസൂയയാ അന്വേക്ഷികൈമളർക്കായ പ്രഹ്ലാദാദിഭ്യോചിവാൻ. ഷഷ്ഠം അത്രേഃ അപത്യത്വം വൃതഃ പ്രാപ്തഃ അനസൂയയാ അന്വേക്ഷികീം അളർക്കായ പ്രഹ്ലാദ ആദിഭ്യ ച ഊചിവാൻ. ഷഷ്ഠം അത്രേഃ അപത്യത്വം വൃതഃ പ്രാപ്തഃ അനസൂയയാ അന്വേക്ഷികീം അളർക്കായ പ്രഹ്ലാദാദിഭ്യ ഊചിവാൻ. 6ാമത്തത് അത്രി മഹർഷിയുടെ പുത്രനായിട്ട് ദത്താത്രേയനായിട്ട് അവതരിച്ചു. നമ്മൾക്ക് കൂടുതൽ ദത്താത്രേയനെക്കുറിച്ച് കൂടുതലൊന്നും പറയാറില്ല. പക്ഷേ അവിടുന്ന് മഹാസിദ്ധനായിട്ടുള്ള മുനിയായിട്ടാണ് ഭഗവാൻ അവതരിച്ചത് എന്നാണ്. അത്രി മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനസൂയയുടെ, അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് ഒരു നിബന്ധന ഉണ്ടായിരുന്നു. അതായത് ആ അത്രി മഹർഷിയുടെ പത്നി അനസൂയ വളരെ പതിവ്രതയാണ്. അപ്പോൾ സാധാരണ ഒരമ്മ കുഞ്ഞിനെ എങ്ങനെയാണോ ലാളിക്കുന്നത് അതേപോലെ ലാളന ഏൽക്കാനായിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം അവരറിയിച്ചു. അപ്പോൾ അനസൂയാദേവി ത്രിമൂർത്തികളെ കണ്ട സമയത്ത് അവരുടെ, അങ്ങനെയാണ് ഗുരുനാഥന്മാർ പറയാറ് അതിനെക്കുറിച്ച്, അവർ കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് എന്തോ മന്ത്രം ജപിച്ച് അവരെ നേരെ തെളിച്ചു. ആ 3 പേരും കുഞ്ഞുങ്ങളായി മാറി. അനസൂയാദേവി സന്തോഷത്തോടു കൂടെ 3 കുഞ്ഞുങ്ങളെയും വാരിയെടുത്തോടു കൂടിയിട്ട് 3 തലയും ഒരു ഉടലുമായിട്ട് മാറി. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ 3 ഭാവങ്ങളും ഒന്നിച്ചു ചേർന്ന് ദത്താത്രേയ മുനിയായിട്ടുള്ള അവതാരം എന്നാണ്. അപ്പോൾ ആത്മീയമായിട്ടുള്ള ആ വിശേഷപ്പെട്ട അവസ്ഥകളെക്കുറിച്ചിട്ട് അളർക്കൻ എന്നുള്ള രാജാവിന്, അതേപോലെ പ്രഹ്ലാദന്, യദുവിന് അവധൂത സന്യാസിയായിട്ട് മാറി. അവിടുന്ന് ഇവർക്ക് എല്ലാവർക്കും ആത്മീയമായിട്ടുള്ള പൂർണ്ണതയെക്കുറിച്ചിട്ടുള്ള ഉപദേശങ്ങൾ ചെയ്തു എന്ന് സൂചിപ്പിക്കുന്നു. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ആണ് ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത് എന്നാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഈ ദത്താത്രേയ അവതാരത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് എന്നാണ്. ദത്താത്രേയ ക്ഷേത്രം നമ്മൾക്ക് ഹരിദ്വാറിൽ കാണാൻ സാധിക്കും. ഹരിഹര ക്ഷേത്രം, അവിടെ കൻഖൽ എന്നുള്ള സ്ഥലം, ദക്ഷേശ്വർ മഹാദേവ ക്ഷേത്രം, ദക്ഷയാഗം നടന്നിട്ടുള്ള സ്ഥലം ദക്ഷേശ്വർ മഹാദേവൻ.
ആ ക്ഷേത്രം കാണാം. അവിടേക്ക് പോകുന്ന വഴി ഹരിദ്വാറിൽ നമ്മൾക്ക് ഈ ക്ഷേത്രം, ഹരിഹര ക്ഷേത്രം കാണാൻ സാധിക്കും. അവിടെ ദത്താത്രേയ മഹർഷിയെ പ്രത്യേകം പൂജിക്കുന്ന ക്ഷേത്രമാണത്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം. തതസപ്തമ ആകൂത്യാം രുചേർയജ്ഞോഭ്യജായത സയാമാദേസുരഗണൈഃ അപാൽ സ്വയംഭുവാന്തരം. തതസപ്തമ ആകൂത്യാം രുചേർയജ്ഞോഭ്യജായത സയാമാദേസുരഗണൈരപാൽ സ്വയംഭുവാന്തരം. ഏഴാമത്തെ അവതാരമായിട്ട് പറയുന്നത് രുചി പ്രജാപതിയുടെയും ആകൂതിയുടെയും പുത്രനായിട്ട് യജ്ഞഭഗവാൻ അവതരിച്ചതിനെ കുറിച്ചിട്ട് പറയുന്നു. സയാമാദേസുരഗണൈരപാൽ സ്വയംഭുവാന്തരം. സ്വയംഭുവ മനു തപസ് ചെയ്യാനായിട്ട് വനസുനന്ദ നദിയുടെ തീരത്തിലേക്ക് പോയി എന്നാണ്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു തപസ് തുടങ്ങിയിട്ട്. അപ്പോൾ അസുരന്മാർ വന്ന് ഈ രാജാവിൻ്റെ സാമ്രാജ്യത്തിനെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ തൻ്റെ ഭക്തൻ തപസ് ചെയ്യാണ്. അപ്പോൾ അവരെ രക്ഷിക്കേണ്ട ഭാരം, അതിനുള്ള കടമ തനിക്കുണ്ട് എന്നുള്ള വാത്സല്യത്തോടു കൂടി ഭഗവാൻ അവതരിച്ച് യാമാദ്യൈഹി സുരഗണേ, യാമന്മാരെ എന്നുള്ള ദേവന്മാരോടുകൂടി ഭഗവാൻ ഒന്നിച്ചു ചേർന്ന് ഭഗവാൻ അവരോടുകൂടി വന്നിട്ടാണ് ഭഗവാന്റെ യജ്ഞാവതാരം ഉണ്ടായത്. ആ യജ്ഞമൂർത്തിയായിട്ട് അവതരിച്ച് ഭഗവാൻ സ്വയംഭൂമനു തപസ് കഴിഞ്ഞ് വരുന്നത് വരെ ഈ ലോകത്തിന് എല്ലാ ലോകങ്ങളും 3 ലോകങ്ങളും ഈ സ്വയംഭൂമനുവിൻ്റെ സാമ്രാജ്യമായിരുന്നു. അപ്പോൾ അതിനെ വേണ്ട വിധത്തിൽ ഭരിച്ചു എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഭക്തൻ ഭഗവാനെ സേവിക്കാൻ നമ്മൾ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾക്ക് മുടക്കങ്ങൾ വരുമോ, പ്രശ്നങ്ങൾ വരുമോ? ഭഗവാൻ, നമ്മൾ ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ കൂടെ ഭഗവാനുണ്ട്, എന്നാൽ വീട്ടിൽ ഭഗവാനുണ്ട്, പ്രശ്നങ്ങളില്ലാതെ ഭഗവാൻ നോക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ ചെന്നാൽ ഭഗവാൻ ദർശനം തരാനായിട്ടുണ്ട്. യഥോയാഹി, എവിടെ നമ്മൾ യാത്ര ചെയ്താലും നമ്മളുടെ കൂടെ ഭഗവാനുണ്ട്, എങ്ങും ഭഗവാനുണ്ട് സംരക്ഷിച്ചുകൊണ്ട് എന്നാണ് ഇതിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ 13ാമത്തെ ശ്ലോകം. അഷ്ടമേ മേരുദേവ്യാം തോ നാഭേർജാത ഉരുക്രമ ദർശയൻ വർമ്മധീരാണാം സർവാശ്ചര്യ നമസ്കൃതം. അഷ്ടമേ മേരുദേവ്യാം തോ നാഭേർജാത ഉരുക്രമ ദർശയൻ വർമ്മധീരാണാം സർവാശ്രമ നമസ്കൃതം. 8ാമതായിട്ട് ഭഗവാൻ മേരുദേവിയുടെയും നാഭി മഹാരാജാവിൻ്റെയും പുത്രനായിട്ട് ഋഷഭൻ എന്നുള്ള പേരിൽ അവതരിച്ചു. ഭഗവാൻ യോഗമാർഗത്തിൻ്റെ ഒരു പൂർണ്ണത എന്നുള്ളത് ഭഗവാൻ കാണിച്ചു തന്നു ഈ അവതാരത്തിൽ കൂടെ എന്നാണ്. ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിച്ച് എങ്ങനെയാണ് ഒരു അവധൂത അവസ്ഥയിൽ എത്തിച്ചേരുന്നത് എന്ന് ഋഷഭദേവൻ ലോകത്തിനെ പഠിപ്പിച്ചു എന്നാണ്. ഋഷഭദേവനെ പോലെ ആർക്കും സാധിക്കില്ല. വളരെ വിശദമായിട്ടാണ് അവിടുത്തെക്കുറിച്ചിട്ട് പഞ്ചമസ്കന്ധത്തിൽ ഋഷഭാവതാരം അവിടുത്തെ ലീലകളെക്കുറിച്ച് പറയുന്നത് എന്നാണ്. എല്ലാ ജീവജാലങ്ങളും എല്ലാ ജീവന്മാരും ആനന്ദത്തിന് വേണ്ടിയിട്ട് ആനന്ദം സന്തോഷത്തിൻ്റെ പിന്നാലെയാണ് എല്ലാവരും അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്ക് മിക്കവാറും ആളുകൾക്ക് അറിയില്ല യഥാർത്ഥത്തിലുള്ള ഒരിക്കലും നശിക്കാത്ത അനന്തമായുള്ള സന്തോഷം എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് മിക്കവാറും ആളുകൾക്ക് അറിയില്ല എന്നാണ്. അപ്പോൾ നമ്മൾ വിഡ്ഢികളായിട്ടുള്ള ആളുകൾ വിചാരിക്കുന്നു ഇന്ദ്രിയ സുഖം, നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ സുഖം അനുഭവിക്കാം എന്ന് വിചാരിക്കുന്നു. ഇത് ഒരു താൽക്കാലികം മാത്രമാണ് എന്നുള്ളത് മിക്കവാറും ആളുകൾക്ക് അതിനെക്കുറിച്ചിട്ട് മനസ്സിലാവണില്ല. എന്നിട്ട് എന്ത് ചെയ്യണോ, വല്ല ഇന്ദ്രിയ സുഖങ്ങൾക്ക് പിന്നാലെ പോയിട്ട് പട്ടിയുടെയും പന്നിയുടെയും അതേപോലെ മൃഗീയമായിട്ടുള്ള ഒരു സംസ്കാരമായിട്ട് നമ്മളത് മാറുന്നു എന്നാണ്.
അപ്പോൾ മൃഗങ്ങളുടെ ഈ സംസ്കാരത്തിൽ നിന്ന് ഇത് വെറും താണ തരത്തിലുള്ള ആനന്ദത്തിൽ നിന്നും യഥാർത്ഥത്തിലുള്ള ആനന്ദത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരേണ്ടത് എന്നുള്ളത് ആ ഋഷഭദേവൻ തൻ്റെ ആ അവതാര ലീലകളെ കൊണ്ട് കാണിച്ചു തരുന്നു എന്നാണ്. അങ്ങനെ ഭൗതികമായിട്ടുള്ള ആ ആനന്ദത്തിന് അതീതമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ആനന്ദത്തിനെ അന്വേഷിച്ച് സഞ്ചരിക്കുന്ന ആളുകളെയാണ് ധീരന്മാർ എന്ന് പറയുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. ശീലപ്രഭുപാദര് വളരെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഓരോ ശ്ലോകങ്ങളുടെയും ഭാവാർത്ഥത്തിനെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു അന്തസ്സത്ത എന്താ എന്നുള്ളത് നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും. 14-ാമത്തെ ശ്ലോകം. ഋഷിഭിർയാചിതോ ഭേജേ നവമം പാർത്ഥിവം വപു ദുഗ്ധേ മാമോഷധീർവിപ്രാഹ തേനായം സൗഷത്തമാ. ഋഷിഭിർയാചിതോ ഭേജേ നവമം പാർത്ഥിവം വപു ദുഗ്ധേ മാമോഷധീർവിപ്രാഹ തേനായം സൗഷത്തമാ. ആദ്യത്തെ യഥാർത്ഥത്തിലുള്ള ചക്രവർത്തി ആരാണ്? സാക്ഷാൽ പൃഥു മഹാരാജാവ്. അതായത് 9ാമത്തെ അവതാരമായിട്ടാണ്. ഇതും ശക്തിയാവേശാവതാരമാണ്. പൃഥുവും ക്രിയാശക്തിയുടെ അവതാരമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. മഹർഷിമാരുടെ ആ അപേക്ഷയ്ക്ക് അനുസരിച്ച് അവിടുന്ന് പൃഥു മഹാരാജാവായിട്ട് അവതരിച്ചു. പൃഥു എന്നല്ല, അർച്ചിസ എന്നല്ല രാജ്ഞി, പൃഥു എന്ന ചക്രവർത്തി അവർ വേനൻ്റെ കൈകൾ കടയുന്ന സമയത്ത്, മഥന ചെയ്യുന്ന സമയത്താണ് അവതരിച്ചത് എന്നാണ്. രണ്ടുപേരും ഒന്നിച്ച് അവതരിച്ചു. എന്നിട്ട് എങ്ങനെയാണ് ഒരു രാജ്യത്തിന്, സാമ്രാജ്യം എങ്ങനെയാണ് സമ്പൽ സമൃദ്ധമാക്കി തീർക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ട്. മിക്കവാറും അന്നത്തെ ആ കാലഘട്ടത്തിൽ പർവ്വതങ്ങളായിരുന്നു, അധിക സ്ഥലങ്ങളിലും പർവ്വതങ്ങളായിരുന്നു. കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ നഗരങ്ങൾ, ഗ്രാമങ്ങൾ അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ ആ കാലഘട്ടത്തിൽ. ദുർഭരണം കൊണ്ടെല്ലാം നശിച്ചു പോയിരുന്നു എന്നാണ്. അപ്പോൾ പൃഥു മഹാരാജാവായിട്ട് അവതരിച്ച് ഈ എങ്ങനെയാണ് ഒരു രാജ്യത്തെ സമ്പൽ സമൃദ്ധമാക്കി തീർക്കേണ്ടത് എന്ന് അവിടുന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. എങ്ങനെ ജനങ്ങളെ എങ്ങനെയാണ് ഒരു ഭരണാധികാരി ഭരിക്കേണ്ടത്, ജനങ്ങളെ എങ്ങനെയാണ് ആത്മീയമായ മാർഗത്തിൽ ഉയർത്തേണ്ടത്, ഭൗതികമായിട്ടുള്ള ആ ഒരു നല്ല സംസ്കാരം എങ്ങനെ ഉണ്ടാവും എന്നതിനെക്കുറിച്ചിട്ട്, രാജാവും അതേപോലെ പ്രജകളുമായിട്ട് ഏത് വിധത്തിലുള്ള ബന്ധമാണ് വേണ്ടത്, എങ്ങനെയാണ് ഭഗവത് സേവ ചെയ്യേണ്ടതായിട്ടുള്ളത്, ജനങ്ങളെ ആത്മീയമായിട്ടുള്ള മാർഗത്തിലേക്ക് എങ്ങനെ ഉയർത്തണം, അങ്ങനെ ഇതെല്ലാം രാമചന്ദ്രസ്വാമിയുടെ ചരിത്രം പോലെ തന്നെ പ്രധാനമാണ് പൃഥു മഹാരാജാവിൻ്റെ കഥയും ശ്രീമദ് ഭാഗവതത്തിൽ വിവരിച്ചിട്ടുള്ളത്. അതാണ് 14-ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. ഋഷിഭിഃ യാചിതഃ ഭേജേ നവമം പാർത്ഥിവം വപു ദുഗ്ധ ഇമാം ഓഷധീഃ വിപ്രാഹ തേന അയം സ ഉഷത്തമ. വളരെ മനോഹരവും ആകർഷകവുമാണ് പൃഥു അവതാരം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു രാജാവിൻ്റെ കടമ എന്താണ്? വാസ്തവത്തിൽ ജനങ്ങൾക്ക് എപ്പോഴും ക്ഷയമുണ്ടാവാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. അത് ഇല്ലാത്തത് കൊണ്ടാണ്, ഭരണാധികാരികൾക്ക് അങ്ങനെയുള്ള ആ ചിന്തകളില്ലാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ മുഴുവൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതും കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വെൽഫെയർ ഓഫ് പബ്ലിക്, പൊതുജനങ്ങൾക്ക് നന്മകൾ വരാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിലുള്ള ഒരു ഭരണാധികാരി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഉദാഹരണമായിട്ടാണ് പൃഥു മഹാരാജാവിൻ്റെ കഥയെക്കുറിച്ചിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. 15-ാമത്തെ ശ്ലോകം. രൂപം സജഗൃഹേ മാത്സ്യം ചാക്ഷുഷോദധി സംപ്ലവേ നാവ്യാരോപ്യ മഹീമയ്യാം അപാദ്വൈവസ്വതം മനും. രൂപം സജഗൃഹേ മാത്സ്യം ചാക്ഷുഷോദധി സംപ്ലവേ നാവ്യാരോപ്യ മഹീമയ്യാം അപാദ്വൈവസ്വതം മനും.
രൂപം സഹ ജഗൃഹേ മാത്സ്യം ചാക്ഷുഷ ഉദധി സംപ്ലവേ നാവി ആരോപ്യ മഹി മയ്യാം അപാദ വൈവസ്വതം മനും രൂപം സ ജഗൃഹേ മാത്സ്യം ചാക്ഷുഷ ഉദധി സംപ്ലവേ നാവി ആരോപ്യ മഹി മയ്യാം അപാദ സ്വയംഭുവം മനും. അതായത് ഒരു പൂർണ്ണമായിട്ടുള്ള പ്രളയം സംഭവിച്ചു എന്നാണ്. ആ പ്രളയത്തിൻ്റെ സമയത്ത് ചാക്ഷുഷ മന്വന്തരത്തിൽ സംഭവിച്ചിട്ടുള്ള ആ പ്രളയത്തിൻ്റെ സമയത്ത് ഈ ലോകം മുഴുവൻ, ഭൂമി മുഴുവൻ പ്രളയത്തിന് അധീനമായിട്ട് തീർന്നു. ആ സമയത്ത് ഭഗവാൻ വൈവസ്വത മനുവായിട്ടുള്ള സത്യവ്രത മഹാരാജാവിനെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ മത്സ്യമൂർത്തിയായിട്ട് അവതാരമെടുത്തു. 2 യുഗങ്ങളിലായിട്ടാണ് ഈ അവതാരം എന്നതിനെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് മത്സ്യമൂർത്തിയായിട്ട് ഭഗവാൻ സത്യവ്രത മഹാരാജാവിനെ അനുഗ്രഹിക്കാനായിട്ട് അവതരിച്ചു. പിന്നെ പല മന്വന്തരത്തിലും ഭഗവാന്റെ ഈ അവതാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മറ്റൊരു മന്വന്തരത്തിൽ ഭഗവാൻ അവതരിച്ചിട്ട് വേദങ്ങളെ അപഹരിച്ചു കൊണ്ടുപോയിട്ടുള്ള ഹയഗ്രീവൻ എന്നുള്ള അസുരനെ വധിക്കാനായിട്ടും ഭഗവാൻ അവതരിച്ചു. അപ്പോൾ മന്വന്തരങ്ങൾ മാറുന്നതിനനുസരിച്ച് ഭഗവാന്റെ അവതാരങ്ങളും ലീലകളും അതിനും ചില മാറ്റങ്ങൾ വരാറുണ്ട് എന്നാണ് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നത്. മാർക്കണ്ഡേയ പുരാണത്തിൽ, അതായത് വിഷ്ണു ധർമ്മോത്തര പുരാണത്തിൽ, അതിലൊക്കെ ഈ ഒരു യുഗത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ്. പതിനാറാമത്തെ ശ്ലോകം. സുരാസുരാണാമുദധിം മധ്നതാം മന്ദരാചലം ദധ്രേ കമഠരൂപേണ പൃഷ്ഠ ഏകാദശേ വിഭോ. സുരാസുരാണാമുദധിം മധ്നതാം മന്ദരാചലം ദധ്രേ കമഠരൂപേണ പൃഷ്ഠ ഏകാദശേ വിഭോ. 11ാമത്തെ അവതാരമായിട്ടാണ് പറയുന്നത്. അസുരാണാം ഉദധിം മധ്നതാം മന്ദരാചലം ദധ്രേ കമഠരൂപേണ പൃഷ്ഠേ ഏകാദശേ വിഭോ. അസുരാണാം ഉദധിം മധ്നതാം മന്ദരാചലം ദധ്രേ കമഠരൂപേണ പൃഷ്ഠേ ഏകാദശേ വിഭോ. അതായത് 11ാമത്തെ അവതാരമായിട്ട് കൂർമാവതാരത്തിനെ കുറിച്ച് പറയുന്നു. പാലാഴി മഥനത്തിൻ്റെ സമയത്ത് സമുദ്രത്തിൽ പാലാഴിയിൽ താണുപോയിട്ടുള്ള മന്ദരപർവ്വതത്തിനെ ഉയർത്താനായിട്ട് ഭഗവാൻ കൂർമ്മമൂർത്തിയായിട്ട് അവതരിച്ചു. ഈ മന്ദരപർവ്വതത്തിനെ ദേവന്മാരും അസുരന്മാരും ഒന്നിച്ചു ചേർന്ന് മന്ദരപർവ്വതത്തിനെ കടകോലാക്കിയിട്ട് മഥനം ചെയ്യുകയായിരുന്നു. ഇത് നമ്മൾക്ക് സാധാരണ ഒരു യുക്തിവാദിയായിട്ടുള്ളവർക്ക് ഇതൊന്നും വിശ്വാസമാവില്ല. മന്ദരപർവ്വതം അതിന് 32 ലക്ഷം യോജന മുകളിലേക്ക് ഉയരണ്ട്, 16 ലക്ഷം യോജന ഭൂമിയുടെ അടിയിലേക്കും താണു നിൽക്കുന്നുണ്ട്. അതിന് സ്വർണ്ണമയമാണ് ആ പർവ്വതം, സുവർണപർവ്വതം എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെയുള്ള ആ പർവ്വതത്തിനെ, മന്ദരപർവ്വതത്തിനെ എടുത്തുകൊണ്ടുവരിക പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ അതിനെ പുഴക്കി കൊണ്ടുവരുന്നവരെ എളുപ്പമുള്ള അത്. അപ്പോൾ എന്താണ്, നമ്മളുടെ സാധാരണ മനുഷ്യരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിനൊക്കെ നിഷേധിക്കുക എന്നൊരു സമ്പ്രദായം ഈ യുക്തിവാദികളുടെ ഇടയിലുണ്ട്. പക്ഷേ ഇവിടെ യുക്തിക്കനുസരിച്ചല്ല ഭഗവാന്റെ ലീലകളെ ചിന്തിക്കേണ്ടത്.
പിന്നെന്താണ് ഭക്തിയാഹമേകയാഗ്രാഹ്യ, ഭക്തി മാർഗത്തിൽ കൂടെ ഭക്തിയുടെ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട്, ഭഗവാന് ശരണാഗതി പ്രാപിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് ഈ ഭഗവാന്റെ ലീലകളെ കാണാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മൾക്കത് വിശ്വസിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കാൻ സാധിക്കില്ല. പണ്ട് ഗുരുനാഥന്മാരൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാരദ മഹർഷി വൈകുണ്ഠത്തിൽ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് നാരദ മഹർഷി ഒരു ബ്രാഹ്മണനെ കണ്ടു. ബ്രാഹ്മണനോട് നാരദ മഹർഷിയോട് ചോദിച്ചു, ഇവിടുന്നാണ് വരുന്നത് ചോദിക്കുന്നു. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, നാരദ മഹർഷി പറഞ്ഞു, വൈകുണ്ഠത്തിൽ നിന്നാണ് വരുന്നത്. പിന്നെ വൈകുണ്ഠത്തിൽ ഭഗവാനൊക്കെ സുഖമല്ലേ, എൻ്റെ നമസ്കാരം അറിയിക്കുക. ഇനി പോകുന്ന സമയത്ത് ഞാനിവിടെ സുഖമായിരിക്കണു, ഭഗവാനോട് എന്ത് ചെയ്യണു? ഭഗവാൻ അവിടെ യോഗനിദ്ര ചെയ്യുന്നു, ഭഗവാന്റെ ലീലകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓ ശരി നാരദ മഹർഷി എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു അവിടെ എന്ന് ചോദിച്ച സമയത്ത് നാരദ മഹർഷി അദ്ദേഹത്തിനോട് പറഞ്ഞു, ഭഗവാൻ അവിടെ ഒരു ആനയുണ്ട്, ആ ആനയെ പിടിച്ചിട്ട് ഒരു മൊട്ടുസൂചിയുടെ ഉള്ളിൽ കൂടെ കടത്തി വിടാനുള്ള ശ്രമത്തിലാണെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഇദ്ദേഹം പൊട്ടിച്ചിരിച്ചു. പിന്നെ ഈ ആനയെ സൂചിയുടെ കുഴയുടെ ഉള്ളിൽ കൂടെ കടത്തിവിടുക, വിഡ്ഢിത്തം അറിയാതിരിക്കും നാരദ മഹർഷി എന്ന് പറയുന്നു. നാരദ മഹർഷി അദ്ദേഹത്തിനോട് പിന്നെ ഒന്നും സംസാരിച്ചില്ല. പിന്നെ നാരദ മഹർഷി നടന്നു പോകുന്ന സമയത്ത് ഒരു ചെരുപ്പ് കുത്തിയെ കണ്ടു. അപ്പോൾ ചെരുപ്പ് കുത്തി നാരദ മഹർഷിയെ കണ്ടതും വന്ന് നമസ്കരിച്ചു. ഞാൻ വൈകുണ്ഠത്തുനിന്നാണ് വരുന്നത്, അപ്പോൾ എനിക്ക് അവിടെ ഒന്നും പോകാൻ സാധിച്ചില്ല, എന്നാലും ഇനി പോകുന്ന സമയത്ത് എൻ്റെ നമസ്കാരം അറിയിക്കണേ, എൻ്റെ ഭഗവാൻ അവിടെ എന്ത് ചെയ്യാണ് എന്ന് ചെരുപ്പ് കുത്തി ചോദിച്ചു. നാരദ മഹർഷി പറഞ്ഞു, മുമ്പേ പറഞ്ഞ കാര്യം തന്നെ, ഭഗവാൻ അവിടെ ഒരു ആനയെ സൂചിയുടെ കുഴയുടെ ഉള്ളിൽ കൂടെ, ദ്വാരത്തിൽ കൂടെ കടത്താനുള്ള ശ്രമത്തിലാണെന്ന് പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചു. എൻ്റെ ഭഗവാൻ വിചാരിച്ചാലേ സാധിക്കാത്തതായിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നു. എന്താണ്? ഭഗവാന്റെ ലീലകളിൽ നമ്മൾ ഒരിക്കലും സംശയിക്കരുത് എന്നാണ്. അപ്പോൾ ഇത്രയും വലുപ്പമുള്ള മന്ദരപർവ്വതത്തിനെ എങ്ങനെയാണ് ഭഗവാൻ താങ്ങി ഉയർത്തിയത് എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. കാരണം അന്തരസ്ഥ പരമാണുജയാന്തരസ്ഥം, ഈ പ്രപഞ്ചകോടികളിൽ ഭഗവാനിൽ എത്രയോ ബ്രഹ്മാണ്ട കോടികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഓരോ ബ്രഹ്മാണ്ടത്തിലും കോടിക്കണക്കിന് ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളിൽ മുഴുവൻ പ്രവേശിക്കാനും അന്തര്യാമിയായിരിക്കാനും ക്ഷേത്രജ്ഞാനായിരിക്കാനും ഭഗവാന് സാധിക്കുമെന്നുണ്ടെങ്കിൽ ഭഗവാന് പിന്നെ എന്താ സാധിക്കാത്തത്? അപ്പോൾ ഇത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആനന്ദിക്കാൻ സാധിക്കും. ഭഗവാന്റെ പ്രഭാവത്തിനെ അംഗീകരിക്കാനും ആനന്ദിക്കാനും സാധിക്കും. അല്ലെങ്കിലോ നിരാനന്ദം, അല്ലേ? ആനന്ദം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. ഭഗവാനിൽ സന്തോഷിക്കാൻ സാധിക്കാത്തവർക്ക് ഭൗതികമായ ഒന്നിലിത് താൽക്കാലികമാണ് എന്നുള്ള ധാരണ പോലും ഇല്ലാതെ അവർ വെറുതെ സന്തോഷിക്കും. അവസാനം എന്താ? എല്ലാം സർവം വ്യർത്ഥം, മരണസമയത്തൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥ വരും. എന്നാൽ നമ്മളാണ് ഭഗവാനെ സേവിക്കുന്നവരാണ്, വിശ്വസിക്കുന്നവരാണെങ്കിലോ അവർക്ക് അവരുടെ വിശ്വാസം, അവരുടെ സംസ്കാരം, പുണ്യം അത് കൊണ്ടുപോകാൻ സാധിക്കും. ഇതേ പുണ്യത്തോടുകൂടെ, ഇതേ സംസ്കാരത്തോടുകൂടെ രണ്ടാമത് ജനിക്കാനും സാധിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഹരേ കൃഷ്ണ. സുരാസുരാണാമുദധിം മധ്നതാം മന്ദരാചലം ദധ്രേ കമഠരൂപേണ പൃഷ്ഠ ഏകാദശേ വിഭൂ. ഇനി 17ാമത്തെ ശ്ലോകം. ധാന്വന്തരം ദ്വാദശമം ത്രയോദശമമേവ ച അപായയൻ സുരാനന്യാൻ മോഹിന്യാ മോഹയൻ സ്ത്രിയാം. ധാന്വന്തരം ദ്വാദശമം ത്രയോദശമമേവ ച അപായയൻ സുരാനന്യാൻ മോഹിന്യാ മോഹയൻ സ്ത്രിയാം. 2 അവതാരങ്ങളെക്കുറിച്ചിട്ട് ഇവിടെ പറയുന്നു. ധന്വന്തരി മൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചത് ആയുർവേദ ദൃഗിദ്യഭാക് എന്നാണ്.
വേദങ്ങളുടെ ഉപവിഭാഗങ്ങളുണ്ട്. ആ ഉപവിഭാഗങ്ങളിലാണ് ഗാന്ധർവവേദം, സ്ഥാപത്യവേദം, ആയുർവേദം, ധനുർവേദം എന്നൊക്കെ ആ വേദങ്ങളിൽ ഉപവേദങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആയുർവേദം ഉപവേദമാണ്. അപ്പോൾ ആ ഉപവേദ അതിൻ്റെ മൂർത്തിമൽ ഭാവമായിട്ടാണ് ഭഗവാന്റെ വിഷ്ണുവൊരംശാംശ സംഭവ, ഭഗവാന്റെ അംശത്തിൻ്റെ അംശമായിട്ടാണ് പാലാഴിയിൽ നിന്നും അമൃതകുംഭവുമായിട്ട് ധന്വന്തരി മൂർത്തി അവതരിച്ചത്. ഇന്ന് ആയുർവേദം ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇത് ഭഗവാനിൽ നിന്ന് വന്നതാണ്, അതുകൊണ്ട് എന്നാണ്. പിന്നെ 12-ാമതായിട്ട് ത്രയോദശമമേവച. പിന്നെ അവർ 13-ാമത്തെ അവതാരമായിട്ട് പറയുന്നത് മോഹിനി ദേവിയുടെ അവതാരം, ഭഗവാൻ മഹാദേവനെ പോലും മോഹിപ്പിക്കുന്നത്. പിന്നെ ഭഗവാൻ നാരായണിയായിട്ട് മോഹിനിയായിട്ട് രൂപഭേദം വരുത്തിയിട്ട് ലോകത്തിനെ മുഴുവൻ മോഹിപ്പിക്കുന്നു. പ്രത്യേകിച്ചും അസുരന്മാരെ മോഹിപ്പിക്കുന്നു. എന്നിട്ട് അസുരന്മാരെ ഒരു ഭാഗത്ത് ഭഗവാൻ ഇരുത്തി, നിരനിരയായിട്ടിരുത്തി. നേരെ തൊട്ട് മുമ്പിലായിട്ട് ദേവന്മാരെയും ഇരുത്തി. എന്നിട്ട് അമൃത കലശവുമായിട്ട് ഭഗവാൻ ഇവിടെ മോഹിനിയാണ്. ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല, അസുരന്മാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഭഗവാൻ തസ്യാം നരേന്ദ്രകരഭോരുഷദ്ദുകൂലശോണി തടാലസഗതി മദവിഹ്വലാക്ഷി സാ കൂജതി കനകനൂപുരശിഞ്ചിതേന കുംഭസ്തനി കലശപാണിരഥാവിവേശ. അമൃത് വിളമ്പുന്ന ആ അമൃതകലശം ഒരു കയ്യിൽ വിളമ്പാനുള്ള ഉപകരണം, അത് വാസ്തവത്തിൽ അത് സുദർശന ചക്രമായിരുന്നു. വിളമ്പാനുള്ള ഉപകരണമായിട്ട് അത് മാറി എന്ന് മാത്രം. അത് ഒരു കയ്യിൽ, എന്നിട്ട് തൻ്റെ കിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പട്ടുവസ്ത്രങ്ങളൊന്ന് ഒതുക്കി പിടിച്ചുകൊണ്ട് പിന്നെ അമൃത് കുറച്ച് അവിടുന്ന് സേവിക്കുകയും കൂടി ചെയ്തു. അപ്പം എന്താണ്? മദവിഹ്വലാക്ഷി. അവിടുന്ന് ആ കണ്ണുകൾ അല്പം ഇങ്ങനെ കലങ്ങി ഭഗവാന്റെ. പിന്നെ ആ കാലിലെ പൊൻചിലമ്പും നൂപുരങ്ങളും ഒന്നിച്ച് ചലിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന സമയത്ത് അസുരന്മാർ ഈ സൗന്ദര്യത്തിൽ മോഹിച്ചു പോയി. ദേവന്മാർക്ക് ഭഗവാൻ അമൃത് വിളമ്പിക്കൊടുത്തു. മോഹയൻ സ്ത്രീയ. ഭഗവാൻ ദേവന്മാർക്ക് അമൃത് വിളമ്പിക്കൊടുത്ത് ഭഗവാൻ പെട്ടെന്ന് അന്തർധാനം ചെയ്തു. ഈ വാർത്ത കേട്ട് മഹാദേവൻ പോലും മോഹിച്ചു പോയി ഭഗവാന്റെ സൗന്ദര്യത്തിൽ എന്നാണ്. അങ്ങനെയുള്ള മഹാവിഷ്ണു ഭഗവാൻ പോലും കാണാൻ ആഗ്രഹിക്കുന്ന രൂപമാണ് കന്ദർപ്പകോടി കമനീയ വിശേഷശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. വേണുഗാനം ചെയ്യുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം വൃന്ദാവനത്തിൽ അവിടുന്ന് നിത്യസാന്നിധ്യം ചെയ്യുന്നു. പിന്നെ ആരെല്ലാമാണോ ഭഗവാനെ ധ്യാനിക്കുന്നത്, ഭഗവാനെ പ്രേമത്തോടു കൂടി സ്മരിക്കുന്നത്, അവരുടെ ഹൃദയത്തിലൊക്കെ ഭഗവാൻ സാന്നിധ്യം ചെയ്യുന്നു. 18-ാമത്തെ ശ്ലോകം. ചതുർദശം നാരസിംഹം ബിഭ്രദ്ദൈത്യേന്ദ്രമൂർജിതം ദദാര കരജൈർവക്ഷസ്യേരകാം കടകൃത് യഥാം. ചതുർദശം നാരസിംഹം ബിഭ്രദ്ദൈത്യേന്ദ്രമൂർജിതം ദദാര കരജൈർവക്ഷസ്യേരകാം കടകൃത് യഥാം. ചതുർദശം നാരസിംഹം ബിഭ്രദ് ദൈത്യേന്ദ്രം ഊർജിതം ദദാര കരജൈഹി. ഊരൗ എന്നും പറയും, വക്ഷസി എന്നും പറയും. ഏരകാം കടകൃത് യഥാ. ചതുർദശം നാരസിംഹം ബിഭ്രദ് ദൈത്യേന്ദ്രം ഊർജിതം ദദാര കരജൈഹി വക്ഷസി അല്ലെങ്കിൽ ഊരൗ ഏരകാം കടകൃത് യഥാ.
14ാമത്തെ അവതാരമായിട്ട് നരസിംഹ അവതാരത്തിനെ കുറിച്ചിട്ട് പറയുന്നു. എന്നിട്ട് ദൈത്യേന്ദ്രം 3 ലോകങ്ങളും തൻ്റെ ആ പുരുകക്കുടി ഇളകണ സമയത്ത് കിട്ടുകെട്ടെ വറപ്പിച്ച ആളാണ് ഹിരണ്യകശിപു എന്നുള്ള അസുരൻ. അങ്ങനെയുള്ള ആ അസുരൻ്റെ ഒക്കെ ഹിരണ്യകശിപുവിനെ ഭഗവാൻ അനായാസമായിട്ട് ഭഗവാൻ അവതരിച്ച് അതിഭയങ്കരമായ രൗദ്രഭാവം അഭിനയിക്കുകയാണ് ഭഗവാൻ. അതൊക്കെ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള രൂപം സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ കരജൈഹി തൻ്റെ അങ്ങനെയുള്ള ആ ഹിരണ്യകശിപുവിനെ വധിക്കാൻ ഭഗവാന് കയ്യിൻ്റെ നഖം മാത്രമേ വേണ്ടൂ എന്നുള്ളൂ എന്നാണ് പറയുന്നത്. കരജൈഹി പിന്നെയോ ആ ഹിരണ്യകശിപുവിനെ തൻ്റെ ആ മടിയിലിങ്ങനെ കിടത്തിയിട്ട് ഭഗവാൻ തൻ്റെ ആ നഖം കൊണ്ട് മാറ് കീറി പിളരുന്ന സമയത്ത് അപ്പോഴും ഭഗവാന് ഗുരുനാഥന്മാർ പറയും ഭഗവാന് കരുണയാണ് കണ്ണുകളിൽ. അതാണ് ഇവിടെ ഏരകാം കടകൃത് യഥ. ഇപ്പോൾ പായ നെയ്യുന്ന ഒരാൾ, പായ നെയ്യുന്ന സമയത്ത് പായ നെയ്ത്തുകാരൻ ഇതിൻ്റെ ഓല പൊട്ടിപ്പോണമെന്ന് വിചാരിക്കാറില്ല. പായ നെയ്യുന്ന സമയത്ത് നല്ലൊരു പായ ഉണ്ടാക്കണം. എന്നിട്ട് ഈ പായ കൊണ്ട് ഉപയോഗം ഉണ്ടാവണം ആളുകൾക്ക്, വളരെ മനോഹരമായിരിക്കണം എന്നാണ് വിചാരിക്കാറ്. ഇതേപോലെ ആ ഹിരണ്യകശിപുവിൻ്റെ ആസുരമായിട്ടുള്ള ഭാവത്തിനെ ഇല്ലാതെയാക്കി തീർത്തിട്ട് ആ ഹിരണ്യകശിപുവിന് പൂർവ്വരൂപം ഏതാണ്? 3 ജന്മങ്ങൾ കഴിഞ്ഞാൽ ഇദ്ദേഹം ജയവിജയന്മാരുടെ അവസ്ഥയിൽ ഭഗവാന്റെ കാവൽക്കാരായി തീരേണ്ടവരാണ്. ശാപം കിട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കരുണയോടുകൂടെ ഭഗവാൻ ഹിരണ്യകശിപുവിൻ്റെ ആ മാരടം കീറിപ്പലർന്നിട്ടുള്ള അവതാരം, അതാണ് നരസിംഹാവതാരം. ഇപ്പോൾ 14 നാരസിംഹം ബിഭ്രദ് ദൈത്യേന്ദ്രം ഊർജിതം ദദാര കരജൈഹി വക്ഷസി ഏരകാം കടകൃത് യഥാ. 19ാമത്തെ ശ്ലോകം. 15 വാമനകം കൃത്വാഗാദധ്വരം ബലേഹ പദത്രയം യാചമാന പ്രത്യാദിൽ സുസ്ത്രിവിഷ്ടവം. 15 വാമനകം കൃത്വാഗാദധ്വരം ബലേഹ പദത്രയം യാചമാന പ്രത്യാദിൽ സുസ്ത്രിവിഷ്ടവം. 15, അതായത് 15ാമത്തെ അവതാരമായിട്ടാണ് ഭഗവാനെ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചതിനെ കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് മഹാബലിയുടെ യജ്ഞശാലയിൽ ചെന്ന് എന്നിട്ട് ആഗ്രഹം എന്തായിരുന്നു? ഈ സ്വർഗലോകം ദേവേന്ദ്രന് തിരിച്ചു കൊടുക്കണം. അതായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം. പക്ഷെ ഭഗവാൻ മഹാബലിയോട് ചോദിച്ചത് എനിക്ക് 3 അടി മണ്ണ് ദാനമായിട്ട് തരണേ എന്നാണ് മഹാബലിയോട് ഭഗവാൻ ചോദിച്ചു. യാചിച്ചത് എന്നാണ്. പ്രത്യാദിൽ സ്വസ്ത്രിവിഷ്ടപം. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? മഹാബലി കുറേ സംഭവങ്ങളുണ്ട്, വിസ്തരിച്ച് പറയേണ്ടതുണ്ട്. അത് നമ്മൾക്ക് അഷ്ടമസ്കന്ധത്തിലേക്ക് എത്തുന്ന സമയത്ത് വിസ്തരിച്ച് പറയാം. അങ്ങനെ മഹാബലി 3 അടി മണ്ണ് കൊടുക്കാമെന്ന് പ്രതിജ്ഞ സത്യം ചെയ്തപ്പോഴേക്ക് ഭഗവാൻ പെട്ടെന്ന് രൂപം മാറി. എന്നിട്ടോ പദത്വം പ്രത്യാദിൽ സ്വസ്ത്രിവിഷ്ടപം. എന്നിട്ട് ഭഗവാൻ പെട്ടെന്ന് തദ് വാമനം രൂപം അവർദ്ധതാത്ഭുതം ഹരയാൻ അനന്തസ് ഗുണത്രയാത്മകം. ഭഗവാൻ പെട്ടെന്ന് രൂപം മാറി. എന്നിട്ടോ ഭഗവാൻ 1 അടി കൊണ്ട് താഴേക്കുള്ള ലോകങ്ങളെല്ലാം അളന്നെടുത്തു. 2ാമത്തെ അടി കൊണ്ട് മുകളിലെ ലോകങ്ങളൊക്കെ അളന്നെടുത്തു. 3ാമത്തെ അടിക്ക് സ്ഥലമില്ലേ എന്നാണ്. എന്നിട്ട് മഹാബലി ഭഗവാനെ നമസ്കരിക്കുന്നത് അത്യത്ഭുതമാണ്. മഹാബലിക്ക് ഭഗവാൻ സ്വർഗത്തെക്കാൾ വിശേഷപ്പെട്ട സാമ്രാജ്യം അനുഗ്രഹമായി കൊടുക്കുന്നത് അതൊക്കെ ആ 15ാമത്തെ അവതാരമായിട്ടുള്ള വാമനാവതാരത്തിലാണ് കേൾക്കാൻ സാധിക്കുക എന്ന് സൂചിപ്പിക്കുന്നു. അപ്പം എല്ലാം ലോകം മുഴുവൻ മഹാബലിക്ക് കൊടുക്കാൻ ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കും. അതെല്ലാം തിരിച്ചെടുക്കാനും ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കും. പക്ഷേ ഭക്തനായിട്ടുള്ള മഹാബലിക്ക് ഞാൻ ധന്യനായി എന്ന് പറയാനാണ് തോന്നിയത്. കാരണം എന്താണ്?
ഭഗവാനെ അവിടുത്തെ പാദം എൻ്റെ ശിരസിൽ വന്നു, അല്ലേ? ബലിതൻ ബാലവട്ടത്തിൽ കിരീടം വെച്ച കാലടി. മഹാബലിയുടെ ശിരസിൽ കിരീടത്താൾ കൂടുതൽ ഭഗവാന്റെ പാദം ശിരസിൽ വന്നപ്പോഴാണ് മഹാബലി സന്തോഷിച്ചത്. ഭക്തന്മാരങ്ങനെയാണ്, ഭഗവാന് വേണ്ടിയിട്ട് എന്തും സമർപ്പിക്കാൻ തയ്യാറാവും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി 20ാമത്തെ ശ്ലോകം. അവതാരേ ഷോഡശമേ പശ്ചൻ ബ്രഹ്മദ്രുഹോ നൃപാൻ ത്രിസപ്തകൃത്വ കുപിതോ നിക്ഷത്രാമകരവന്മഹിം. അവതാരേ ഷോഡശമേ പശ്ചൻ ബ്രഹ്മദ്രുഹോ നൃപാൻ ത്രിസപ്തകൃത്വ കുപിതോ നിക്ഷത്രാമകരോന്മഹിം. അവതാരേ ഷോഡശമേ പശ്യൻ ബ്രഹ്മദ്രുഹ മഹാനൃപാൻ ത്രിസപ്തകൃത്വ ത്രിസപ്ത കൃത്വ കുപിതഃ നിഹി ക്ഷത്രാം അകരോത് മഹിം. അവതാരേ ഷോഡശമേ പശ്യൻ ബ്രഹ്മദ്രുഹ നൃപാൻ ത്രിസപ്ത കൃത്വ കുപിതഃ നിഹി ക്ഷത്രം അകരോത് മഹിം. 16ാമത്തെ അവതാരമായിട്ട് പറയുന്നത് ഭഗവാന്റെ പരശുരാമ അവതാരമാണ്. അതായത് ക്ഷത്രിയന്മാർ, ആ കാലഘട്ടത്തിൽ ക്ഷത്രിയന്മാർ മുഴുവൻ അധർമ്മികളായിട്ട് മാറി. അവരുടെ നേതാവായിരുന്നു കാർത്തവീര്യാർജുനൻ. ഭഗവാന്റെ ഒരു കലയും കൂടിയാണ്, ഒരു അംശവും കൂടിയാണ് കാർത്തവീര്യാർജുനൻ. അഷ്ടൈശ്വര്യ സിദ്ധികളുണ്ട് കാർത്തവീര്യാർജുനന്. അപ്പോൾ ആ കാർത്തവീര്യാർജുനനെ വധിക്കണമെങ്കിൽ അത് ഭഗവാനല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല. പ്രധാന ഉദ്ദേശം കാർത്തവീര്യാർജുനൻ്റെ ആ നേതൃത്വത്തിൽ അനേകം ക്ഷത്രിയന്മാർ രാജാക്കന്മാർ ഗർവിഷ്ഠന്മാരായി മാറി, അധർമ്മികളായിട്ട് മാറി. അവരെ മുഴുവൻ നശിപ്പിച്ച് ഭൂമിയെ ക്ഷത്രിയന്മാർ തന്നെ ഇല്ലാതെയാക്കുന്ന 21 വട്ടം ക്ഷത്രിയന്മാരെ വധിച്ചു അവിടുന്ന് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതേപോലെ ഈ ലോകത്തിൽ ഇങ്ങനെ ഭരണാധികാരികൾ അതിഭയങ്കരമായ അധർമ്മികളായി മാറുന്ന സമയത്ത് ഭഗവാൻ നേരിട്ട് വന്ന് അവരെ നശിപ്പിച്ച് ധർമ്മം സ്ഥാപിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിനാണ് ഭഗവാൻ ഇവിടെ അവതരിക്കുന്നത്. അപ്പോൾ എവിടെയാണോ whenever there is disobedience on the part of the Kshatriyas or the administrative class against the orders of the learned and intelligent Brahmanas, the administrators are removed by force from the posts and arrangement is made for better administration. അപ്പോൾ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ലീലകളാണ് ഇതൊക്കെ. ബ്രാഹ്മണരെയും ശാസ്ത്രങ്ങളെയും നിഷേധിച്ചുകൊണ്ട് എന്നാണോ ഭരണവർഗം അധാർമികമായി മാറുന്നത്, ആ സമയത്ത് ഭഗവാന്റെ അവതാരം ഉണ്ടാവും. പല പല രൂപത്തിലാണ് അവതാരം ഉണ്ടാവുക എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കാറുണ്ട്. ഇന്ന് ഭഗവാന്റെ എന്തെന്നില്ലാത്ത കരുണ കൊണ്ട് നമ്മൾക്ക് ഇത്രയും ഭാഗങ്ങൾ ഇവിടെ വായിക്കാനും സമർപ്പിക്കാനും സാധിച്ചു. ഒരു ചെറിയ ശ്രമം ശ്രീമദ് ഭാഗവതം, അതിലുള്ള ആശയങ്ങൾ, അതിലുള്ള ആ ഓരോ വാക്കുകളും ആളുകളുടെ ഇടയിൽ, ഭക്തന്മാരുടെ ഇടയിലെത്തിക്കാൻ ചെറിയൊരു ശ്രമം, അതിന് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥന ഉണ്ട്, ഗുരു മഹാരാജനോടും പ്രാർത്ഥന ഉണ്ട്. അപ്പം നല്ലതായിട്ട് എന്തെങ്കിലും ഇവിടെ നമ്മൾ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ അവരുടെ അനുഗ്രഹമാണ്, അവർക്കുള്ള ഗുരുദക്ഷിണയാണ്. വ്യാസപൂജ, വേദവ്യാസ മഹർഷിയുടെ വ്യാസപൂർണിമ കഴിഞ്ഞിട്ട് 2 ദിവസമായിട്ടേ ഉള്ളൂല്ലോ. അപ്പോൾ ആ ഗുരുനാഥന്മാർക്ക് ഒരു ദക്ഷിണയായിട്ട് ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.